I'm sure you guys all have seen this. ഒരു ശരി. പക്ഷെ എന്താണ് ഈ ശരി? ഇത് വെറും ഒരു ശരിയല്ല. ഈ ശരിയുടെ വാല്യൂ $26 ബില്യൺ ആണ്. ഒരു ശരിയും വരച്ചു വെച്ചിട്ട് അതിന്റെ അടിയിൽ ജസ്റ്റ് ഡു ഇറ്റ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പോലും ചെയ്യണ്ടേ? അതാരോളി പറഞ്ഞുതരാ. ഞാൻ ഇന്ന് 100 കമ്പനീന്റെ ലോഗോസ് റീഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. ലെറ്റ്സ് സീ ആരൊക്കെ അവരുടെ ലോഗോ ചേഞ്ച് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് വിത്ത് ആപ്പിൾ. ലോകത്തിലെ ബിഗ്ഗസ്റ്റ് കമ്പനിയാണ്. പറഞ്ഞിട്ട് എന്താ, ഓരോ ലോഗോ ആണെങ്കിൽ ഒരു പകുതി കടിച്ച ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കേസ് ഓർമ്മ വരുന്നത്? ഐഫോൺ, മാക്ബുക്ക്, വെള്ളപ്പെട്ടി. എനിക്ക് ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് LKG ആണ് കേസ്. A for apple, B for ball. അതുകൊണ്ടാണ് ആപ്പിളിന്റെ ലോഗോ ഞാൻ LKG ടെക്സ്റ്റ് ബുക്കിലെ ആപ്പിൾ ആയിട്ട് മാറ്റിയിട്ടുള്ളത്. എനിക്ക് 100% ഉറപ്പുണ്ട് പകുതി കടിച്ച ആപ്പിളെ കാട്ടിയും ഇത് എന്തുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും. അടുത്തത് നത്തിങ്. സത്യമായിട്ടും ഗൈസ്, ഈ കമ്പനിക്ക് ഇതിലും ബെറ്റർ ഒരു ലോഗോ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അയച്ചോ. നത്തിങ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഗൈസ്. അടുത്തത് നമുക്ക് പെപ്സി ചെയ്യാം. ഇവർ ഈ അടുത്ത് ലോഗോ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ലോഗോന് കൂടെ പെപ്സി നേതയും കൂടെ ചെയ്ത് ലോഗോ കണ്ടിട്ട് ആൾക്കാർക്ക് തിരിയുന്നില്ല എന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു പാവങ്ങൾ ഇങ്ങനെ ചെയ്ത്. അതിനെന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ടുള്ള സംഭവം എൻ്റെ അടുത്തില്ലേ. ലുക്ക് അറ്റ് ദിസ്. ഇപ്പൊ ആൾക്കാർക്ക് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് എഴുതാണ്ട് തന്നെ മനസ്സിലാവും. എന്ത് പറയാണ് ഗൈസ്, എൻ്റെ ഐക്യു ഭയങ്കര കൂടുതലാണേ. Lamborghini, they are fast. പക്ഷെ ഒരു ലോഗോയിലുള്ളത് ഒരു കാളയാണ് ഗൈസ്. ഇസ് കാള ഫാസ്റ്റ്? ഗൂഗിൾ പറയുന്നത് കാള ഫാസ്റ്റ് അല്ല എന്നാണ്. കാളനെ കാട്ടി ഫാസ്റ്റ് ആയിട്ടുള്ള മൃഗമില്ലേ? ഉണ്ട്, ചീറ്റ. പക്ഷെ ലംബോർഗിനി ചീറ്റനെ കാട്ടി ഫാസ്റ്റ് ആണ് ഗൈസ്. പിന്നെ എന്തിനാണ് ഇവർ ഈ മൃഗങ്ങളെല്ലാം കയറ്റി വെക്കാൻ വേണ്ടി നോക്കുന്നത്? സോ ലെറ്റ്സ് ഡു ദിസ്. ആ കാളനെ എടുത്ത് അങ്ങ് മാറ്റി, എന്നിട്ട് വേറൊരു ലംബോർഗിനിയുടെ ഒരു ലോഗോയില്. ദിസ് ഈസ് പെർഫെക്റ്റ്. പോർഷെ സെയിം. ആ കുതിരേനെ ആ സാധനത്തിന് എല്ലാം എടുത്ത് മാറ്റുക. GT3 RSന്റെ ബാക്ക്, അത് മാത്രം മതി എൻ്റെ സാറേ. പിന്നെ ചുറ്റുമുള്ള ഒരു കാറിനെ പോലും കാണാൻ വേണ്ടി പറ്റൂല. ഊഫ്, ആ GT3. ഓക്കെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഈ GT3 RSന്റെ ബാക്ക് വെച്ച് കഴിഞ്ഞാലേ സെയിൽസ് റോക്കറ്റ് വിട്ട പോർഷെ പോകുന്ന പോലെയായിരിക്കും. വേറെ ലെവലായിരിക്കും മോനെ. കൊക്കക്കോള. ഞാൻ കുറെ നേരം ആലോചിച്ചു ഇവർക്ക് എന്ത് ലോഗോളി മാറ്റുക. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് വെറുതെ കൊക്കക്കോള നേടിക്കഴിഞ്ഞാൽ പെപ്സിനെ പോലെ തന്നെ ആൾക്കാർക്ക് സാധനം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലോ. ആ കൊക്കക്കോളന്റെ കൂടെ ഒരു കൊക്കക്കോളന്റെ ടിന്നും കൂടെ വന്നപ്പോൾ എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? കിറ്റ്കാറ്റ്. ഐ മീൻ ഇറ്റ്സ് പെർഫെക്റ്റ് ഗൈസ്. ഇറ്റ്സ് ഇഞ്ച് പെർഫെക്റ്റ്. ഒരു കിറ്റും ഉണ്ട്, ഒരു കാറ്റും ഉണ്ട്. ആഹാ, എന്താ ചേർച്ച. ആമസോൺ. ഇവരെ ലോഗോ സീനാണ് ഗൈസ്. ഇതെനിക്ക് ആരാ പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷെ ലുക്ക് അറ്റ് ദിസ്. ആ ഏന്നൊരു ചിരി പോലത്തെ ഒരു ആരോ പോയിട്ട് Z-ലല്ലേ അവസാനിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ബുക്കും എന്നോട് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. A to Z സാധനങ്ങൾ A മുതൽ Z വരെയുള്ള ഏത് അക്ഷരത്തിൽ തുടങ്ങുന്ന സ്ഥലമാണെങ്കിലും അവിടെ എവിടെ വേണമെങ്കിലും ഇവർ കൊണ്ടുവന്ന് എത്തിച്ചേരും. ഇതാന്ന് തോന്നിന്റെ അർത്ഥം. എന്നോട് ആരല്ലോ പറഞ്ഞാ. ഇനി എന്നെ പറ്റിച്ചാണോന്ന് എനിക്കറിയില്ല. ഇവരെ ലോഗോ പെർഫെക്റ്റ് ആണ് ഗൈസ്. ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിൽ കയറിയിട്ട് ₹1 പിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹോട്ട് വീൽസ്. വീണ്ടും സിമ്പിൾ ആണ്. ഒരു ടയർ എടുക്കുക, ലേശം തീപ്പൊരി ഇടുക, ടയർ ചൂടായി, അപ്പോൾ ഹോട്ട് വീൽസ് റെഡി. ലേശം ചളിയാന്ന് എനിക്കറിയാം, പക്ഷെ നിന്നോട്ടെ. സ്പോട്ടിഫൈ സീനും കേട്ട ഒരു കാലം വരെ. പക്ഷെ ഐറ്റങ്ങൾ ഇപ്പം വെറും പൈസന്റെ പിന്നാലെയാ. ഒരു പാട്ട് ബാക്കോട്ട് അടിക്കണമെങ്കിൽ വരെ നമ്മൾ പ്രീമിയം എടുക്കേണ്ട അവസ്ഥയാ. സോ ഇവരെ ലോഗോ ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഇവരെ ലോഗോയിൽ പച്ച കളർ ഉള്ളത് നന്നായി. നമുക്ക് എന്തായാലും ആ ഒരു 3 ബ്ലാക്ക് സാധനം അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു $1 സാധനം ഇട്ട് കൊടുക്കുക, 2 മ്യൂസിക്കും കൂടെ വെക്കുക. അങ്ങനെ ഇപ്പോഴാണ് സാധനം പെർഫെക്റ്റ് ആയത്.
സ്റ്റാർബക്സ്. റീസെന്റ് ഞാൻ സ്റ്റാർബക്സ് ഒരു കാപ്പി കുടിച്ചു. എന്റെ മോനെ 300 ഉറുപ്പ്യ. ഞാൻ അറിയാണ്ട് പെട്ടുപോയതാണ്. ഇനി ഒരാൾ പോലും അറിയാണ്ട് പെട്ടുപോയത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റാർബക്സ് കുറച്ച് പ്രൈസി ആൻഡ് എക്സ്പെൻസീവ് ആണ് ആൾക്കാരെ തിരിയിപ്പിക്കണം. അതിന് ഇതാണ് പെർഫെക്റ്റ്. ഇനിയിപ്പോൾ ആരെങ്കിലും ആണെന്ന് കാപ്പി കുടിച്ചിട്ട് ബില്ല് കണ്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ലോഗോ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇങ്ങനെയല്ലേ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പ്രൈം പറയുമ്പോൾ 2 കിടിലം യൂട്യൂബേഴ്സിന്റെ കമ്പനിയാണ്. പക്ഷെ ഈറ്റങ്ങൾ ഒരു തംബ്നെയിൽ ഉണ്ടാക്കുന്ന ടൈം പോലും ഈ ഒരു കമ്പനീന്റെ ലോഗോക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈം എന്ന് വെറുതെ എഴുതി വെച്ചിനി. യു നോ വാട്ട് പ്രൈം ഈസ് ഗൈസ്? ഇറ്റ്സ് ടോണി ക്രൂസസ് എൻറ്റയർ കരിയർ. അതാണ് ആ ഒരു ബോട്ടിൽ വേണ്ടത്. ദിസ് ഈസ് വാട്ട് പ്രൈം ലുക്സ് ലൈക്ക്. മൈക്രോസോഫ്റ്റ്. യാ ഗൈസ്, ഒരു പറഞ്ഞ പോലെ തന്നെ മൈക്രോ ലേശം സോഫ്റ്റ്. യൂട്യൂബ്. ഐ ഓൾവേസ് ഇമാജിൻ ഗൈസ് യൂട്യൂബ് എന്നാണ് പേര്. പക്ഷെ വൈയിലാണല്ലേ തുടങ്ങുന്നത്, യൂലല്ലേ അപ്പൊ തുടങ്ങേണ്ടത്. ഞാൻ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പറയും നീ ഒന്ന് സ്കൂളിൽ പോയിട്ടില്ലെന്ന് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. യൂട്യൂബ് ഏതുമ്പല്ലേ യൂനെ കൊണ്ട് തുടങ്ങാൻ പറ്റാണ്ടുള്ളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ഇതാണ് ഞാൻ സ്വപ്നം കണ്ട യൂട്യൂബിന്റെ ലോഗോ. നിങ്ങൾ ഇനി ഇത് കണ്ടാൽ മതി. എക്സ് ഞാൻ പറയുന്നില്ല. ട്വിറ്ററിന്റെ കാര്യത്തിൽ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദാറ്റ് ബ്ലൂ ബേർഡ് ഗൈസ്. സത്യം പറഞ്ഞ എലോൺ മസ്ക് എക്സ് എന്ത് എക്സ് ഹാംസ്റ്ററാ ഡൂഡ്. കം ഓൺ, ബ്രിങ് ബാക്ക് ദ ബ്ലൂ ബേർഡ്. ക്ലോസ് അപ്പ്. ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എനിക്കറിയാം. റോൾഡ് ലേശം ഒന്ന് സൂം ഔട്ട് ആക്കിയ ഇപ്പൊ മനസ്സിലായ? ക്ലോസ് അപ്പ് ഓഫ് എ ടീത്ത്. ഒരു കാര്യം ചെറിയ ലെവലിൽ നിന്ന് ആലോചിച്ചാലൊന്നും എന്റെ ലോഗോസ് മനസ്സിലാവില്ല. അതിന് എന്റെ ലെവലിലേക്ക് തന്നെ വരേണ്ടി വരും. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ബാക്കി അക്ഷരം ഇവിടെ പോയി. ഒരു കുളി കഴിയുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകുന്ന സോപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ എഴുതി തീരുന്നതിന് മുമ്പേ തീർന്നു പോയ ലെറ്റേഴ്സ്. എന്റെ മോനെ ഞാൻ വേറെ ലെവൽ തന്നെ കേട്ടാ. KFC. നമുക്കെല്ലാവർക്കും അറിയാം KFC ഈസ് ഫ്രൈഡ് ചിക്കൻസ്. ബട്ട് വൈ ഈസ് ദിസ് അപ്പാപ്പൻ ഹിയർ? ആൾക്കാർ തെറ്റിദ്ധരിക്കും. സോ ലെറ്റ്സ് കിക്ക് ഔട്ട് ദിസ് അപ്പാപ്പൻ ആൻഡ് ലെറ്റ്സ് ബ്രിങ് ഇൻ സം ഫ്രൈഡ് ചിക്കൻ ലെഗ്സ്. ഇനിയിപ്പോൾ ആർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ബോട്ട്. ഇവന്മാര് ബോട്ടിന്ന് എഴുതിയിട്ടുണ്ട്. അതില് ബോട്ടിന്റെ ചിത്രമുണ്ട്. ഇവന്മാര് വിചാരം എന്താ നമുക്ക് എഴുതിയത് വായിക്കാറില്ല. ഇവന്മാരെ വിചാരം എന്താ നമുക്ക് ബോട്ട് കണ്ടാൽ മനസ്സിലാവില്ല. നമ്മൾ മണ്ടന്മാരാ നിങ്ങളെ വിചാരം. അതുകൊണ്ട് എഴുത്ത് വേണ്ട കേട്ടാ, ബോട്ട് മാത്രം മതി. ഫേസ്ബുക്ക് നിങ്ങൾക്കറിയാലോ ഗൈസ്, ആടെ ഇപ്പം ഫുള്ള് വസന്തങ്ങളാണ്. ഫേസ്ബുക്ക് ആരും ഒന്ന് ചേർത്തട്ടാ. MRF ടയർ ആയിരിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് MRF എന്താന്ന് തിരിച്ചറിയണമെങ്കിൽ MRF ഇങ്ങനെ കാണണം. I mean എൻ്റെ ഫോണിൽ എപ്പോഴും ഇത് ഇങ്ങനെയാണ് കാണല്. ആ ഒരു സിമ്മിൻ്റെ എനിക്ക് തോന്നി ഇത് അവർ അൺഒഫീഷ്യൽ ലോഗോ ആണ്. എന്നാ പിന്നെ ഒരിക്കത് ഒഫീഷ്യലാക്കി കൂടെ. ടാറ്റ. ഇവർ ഇന്ത്യയിൽ മാത്രം നിൽക്കാനാണോ പ്ലാന്? അങ്ങനെയാണെങ്കിൽ ഈ ചപ്പടാച്ചി ലോഗോ എല്ലാം മതി. ഇനി അഥവാ അങ്ങനെയല്ല, യൂണിവേഴ്സലായിട്ട് ഇവർക്ക് പോകണമെങ്കിൽ യൂണിവേഴ്സൽ ലോഗോ എടുക്കണം. കണ്ടാ, ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ടാറ്റ. ഫോട്ടോഷോപ്പ്. എനിക്കറിയാം എവറി ഡിസൈനർ ഹാസ് ഡൺ ഇറ്റ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കാൻ പോകുമ്പോൾ പ്രീമിയർ പ്രോ ഓപ്പൺ ആവും. കാരണം they both have the same freaking logo guys. ആകെ അക്ഷരം മാത്രമേ മാറ്റുള്ളൂ. So we need to change the logo ASAP. ഇപ്പൊ കണ്ട, ഇനി ആർക്കും എന്തായാലും മാറിപ്പോയില്ല. ഇനി മാറിപ്പോകുന്ന തലക്കടിക്കണം.
ടെലിഗ്രാം ഒരു ചെറിയ പണിയേ ഉള്ളൂ. ലെജൻസിന് മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ആ 18+ കാര്യം എന്താണ്. എന്തായാലും അത് നിർബന്ധമാണ് ഗൈസ്, ഇല്ലെങ്കിൽ ആരെങ്കിലും ടെലിഗ്രാമിൽ എടുത്തിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചു. ലോഗോ, ഈ ലോഗോ കണ്ടാലേ അറിയാം ഇത് കുഞ്ഞു മക്കൾക്കുള്ളതാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു കമ്പനിക്ക് അഡൾട്ട് കസ്റ്റമേഴ്സിന് കിട്ടും? അവരൊന്നും ആ ഭാഗത്തേക്ക് നോക്കുക പോയില്ല. സോ അഡൾട്ട് കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിട്ട് വി ഹാവ് ടു മേക്ക് ദാറ്റ് ലോഗോ എ ലിറ്റിൽ ബിറ്റ് മോർ എക്സ്ക്ലൂസീവ്, എക്സ്പെൻസീവ് ആൻഡ് സംഭവം എന്തെങ്കിലും കുന്ത്രാണ്ടം ചെയ്യണം. സോ ഐ മേഡ് ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. ഇനി എന്തായാലും നമ്മളെ പോലത്തുള്ള അഡൽട്സ് ഇതിലേക്ക് നോക്കുന്നതായിരിക്കും, അവർക്ക് അങ്ങനെ കസ്റ്റമേഴ്സിന് കിട്ടും. എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. മെക്ഡൊണാൾഡ്സ് ഒന്നുമില്ല ഗൈസ്, ആ ഒരു എമ്മിന്റെ കൂടെ ചങ്ങാനും കൂടെ ആഡ് ആക്കണം. മെക്ഡൊണാൾഡ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ചങ്ങാനെ മുഖം ഓർമ്മ വരുന്നത്. പാവം ചങ്ങ അവിടെ നിന്നോട്ടെ. ഏഷ്യൻ, കരുണം, മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ, ഞാൻ റേസിസ്റ്റ് ഒന്നും അല്ലാട്ടാ. വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോയേ ഉള്ളൂ. ഇവന്മാരെന്താ ഇംഗ്ലീഷുകാരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചത്. ഗ്രാമർ ഷുഡ് ഓൾവേസ് ബി പെർഫെക്റ്റ്. വിൻഡോസ് ആയതുകൊണ്ട് വി നീഡ് മോർ ദാൻ 1. എന്നാൽ നമുക്കൊരു 4 വെച്ചു കൊടുക്കാം. നിൽക്കട്ടെ, പൈസ ചെലവൊന്നും ഇല്ലല്ലോ. റോളക്സ്, ഒരു കിരീടം മാത്രം വെച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കുഞ്ഞു മക്കൾക്ക് വരെ അറിയാം റോളക്സ് ആരാണ്. ബ്ലാക്ക്ബെറി ശരിക്കും ഒരു സാധനമുണ്ട്, എന്നാ പിന്നെ അതെടുത്ത് ലോഗോ ആക്കിയാൽ പോരെ. വെറുതെ എന്തിനാ ഇങ്ങനത്തെ ഡിസൈൻ എല്ലാം. റെഡ് ബുൾ, വീണ്ടും ഗ്രാമർ മിസ്റ്റേക്ക്. റെഡ് ബുൾ എന്ന് വെച്ചാൽ ഒന്നേ വേണ്ടുള്ളൂ. ഇത് എന്റെ മോനെ, ഞാൻ ഇവന്മാരിക്കല്ല ഇനി ട്യൂഷൻ എടുത്ത് കൊടുക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു കാളെ എടുത്ത് മാറ്റി, ഒറ്റ കാള മതി. സിംഗിൾ കാള ഈസ് ഇനഫ്. ഡിസ്നി, എല്ലാവരും ഒന്ന് ഡിസ്നി സ്പീഡിൽ പറഞ്ഞു നോക്കിയേ. ഡിസ്നി. ഇതെന്റെ മുട്ടിന്റെ ഒരു ആർട്ടാണ് ഗൈസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡിസ്നി. ഹിമാലയ, എവിടെ ഹിമാലയയുടെ ഇത്രയും വലിയൊരു സാധനം ഉണ്ടായിട്ട് ഒരിക്കൽ ഹിമാലയം വേണ്ട പോലും. വെക്കട ഹിമാലയ. ഇപ്പൊ കറക്റ്റ്. ഗാലക്സി, ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്കൂളൊന്നും പോയിട്ടില്ലടാ നിങ്ങൾ. ഇതാണ് ഗാലക്സി. ഇതാവുമ്പോ പിള്ളേർക്ക് കണ്ട് എന്താണ് ഗാലക്സി എന്നെല്ലാം പഠിക്കെങ്കിലും ചെയ്യാം. മാർസ്, ഗാലക്സി തിന്നുമ്പോൾ ഗാലക്സിനെ കൊണ്ടാണ് പിള്ളേർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ മാർസ് തിന്നുമ്പോൾ മാർസിനെ കൊണ്ട് പഠിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ ലോഗോ. ആമസോൺ പ്രൈം, സിമ്പിൾ. ആമസോൺ പ്ലസ് പ്രൈം. ആമസോൺ പ്രൈം LHS = RHS. സ്കൂൾ ആകെ എനിക്ക് തിരുന്നത് അതാണ് മാത്സിൽ. ഗൂഗിൾ ഡ്രൈവ്, ഇതും സിമ്പിൾ ആണ് ഗൈസ്. ഗൂഗിൾ ഒരു കാർ ഓടിക്കുന്നത്. ഗൂഗിൾ ഈസ് ഡ്രൈവിംഗ്. ഗൂഗിൾ ഡ്രൈവ്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന നൈക്കിൻ്റെ ഒഫീഷ്യൽ ലോഗോ റീഡിസൈനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ നൈക്കിൻ്റെ ആ ഒരു ലോഗോ എടുത്ത് എന്നിട്ട് കംപ്ലീറ്റ് മായ്ച്ച്. കമോൺ ഗൈസ്, ഇത്രയും $1 ട്രില്യൺ വാല്യൂ ഉള്ള ഒരു കമ്പനി എല്ലാം ഒരു ടിക്ക് മാത്രമായി ശരിയാവുന്നില്ല. ഇത്രയും വലിയൊരു കമ്പനീൻ്റെ ലോഗോ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വേണം. കണ്ട, എൻ്റെ ലോഗോയിൽ എല്ലാം ഉണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, തൊപ്പി, ഹെഡ് ബാൻഡ്. ഇപ്പോഴാണ് ഇത്രയും വലിയൊരു കമ്പനിയാണ് ഈ ഒരു ലോഗോ കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഡു ഇറ്റ് നേരി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഒന്നും ആവില്ല. ആ ഒരു ലോഗോയിലുള്ള എന്തെങ്കിലും ഒന്ന് ഡു ചെയ്യാനാ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. ഞാൻ ഇതുവരെ റീഡിസൈൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ലോഗോ ഇതാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അതും കൂടി ആകുമ്പം 100 ലോഗോസ് ആയിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് നോക്കാം ആരെങ്കിലും എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തിനോ ഇല്ലയോ എന്ന്. നൈക്ക് മിക്കവാറും എൻ്റെ ലോഗോ സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ലോഗോയിൽ റീഡിസൈൻ ചെയ്തിട്ട് എല്ലാ കമ്പനീസിനും അയച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുന്നതാണ് പറഞ്ഞിട്ട് നമ്മൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ ഗൈസ്, നമ്മൾ ഇത്ര മാരക ലോഗോസ് ഉണ്ടാക്കിയിട്ട് എല്ലാ കമ്പനിയും വളരേണ്ട ടൈപ്പ് ലോഗോസ് ആണ്.
ഒറ്റൊരുത്തം പോലും നമ്മളെ മെസ്സേജ് സീന് പോലും ആക്കിയിട്ടില്ല. ഞാൻ നൈക്കെങ്കിലും നോക്കുന്നു വെച്ചാൽ അത്ര കാര്യം കിട്ടില്ല ഒരു ലോഗോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ ഓരത് നോക്കിയിട്ട് പോയില്ല ഗൈസ്. ഇതാണ് ഇവരെല്ലാം കുഴപ്പം. ഇതാണ് നമ്മളെ പോലത്തെ മൈൻഡൊന്നും അല്ല ഗൈസ് ഒരിക്കൽ. ബട്ട് ഇവിടെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം ഗൈസ്. ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് ഈ ഒരു വീഡിയോ വലിയ ലെവലിലേക്ക് റീച്ച് എത്തിക്കുക. ചിലപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനീസ് നമ്മൾ അവരുടെ ലോഗോ റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.